അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ് ഇന്ന് പറയുന്നത്. അൽ അശാ ഖബറുൽ ഇശാ. ഇന്ന് അധിക മക്കളിലും കണ്ടുവരുന്ന രോഗമാകുന്നു വയറുവേദന, വയറു സംബന്ധമായ വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് വയറു സംബന്ധമായ വിഷയങ്ങൾ വരുന്നത്? മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ അശാ ഖബറുൽ ഇശാ. രാത്രിയുള്ള ഭക്ഷണത്തെ ഇശാ നിസ്കാരത്തിന് മുമ്പേ നിങ്ങൾ കഴിച്ചു പോകണം. ഇന്നിൻ്റെ മക്കൾ രാത്രിയുള്ള ഭക്ഷണത്തെ 10 മണിക്കും 11 മണിക്കും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കടന്നുറങ്ങുമ്പോൾ ആ ഭക്ഷണം ദഹിക്കാതിരിക്കുകയും വയറ് സംബന്ധമായ രോഗങ്ങൾ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നേരത്തെ ഭക്ഷണം കൊടുത്ത് മക്കളെ നിസ്കരിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം ഒരു 3/4 മണിക്കൂറെങ്കിലും മക്കളെ വിശ്രമിക്കാൻ വിട്ടുകൊണ്ട് മക്കളെ കിടത്തി ഉറക്കുക. വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകും. അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെയും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും 2 ലോകത്തും അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ